ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ കാണുന്ന പോലെ നല്ല കടും കളറിൽ റോസപ്പൂക്കളും അതുപോലെ നിറയെ മുട്ടുകളും ഉണ്ടാവണം, നിറയെ പൂക്കളും നമ്മുടെ ചെടിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു കിടിലൻ ടിപ്പാണ് ഇന്ന് പറയുന്നത്. അതിന് വേണ്ട 2 ഐറ്റംസാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. നമ്മുടെ മുട്ടത്തോടും തേയിലച്ചണ്ടിയുമാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ചെടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുട്ടത്തോട് വേണമെങ്കിൽ ഓൾറെഡി മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഇതെല്ലാം ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്യാറ് എപ്പോഴും. ഇനി നമുക്കിത് ഇതിൻ്റെ മൂട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് കിളച്ച് കൊടുക്കണം. ഒരിക്കലും നമ്മളിത് ചെടിയുടെ തണ്ടയിലോട്ട് ചേർത്ത് അപ്ലൈ ചെയ്യരുത്. ഒരു വളവും തന്നെ നമ്മളൊരിക്കലും ചെടിയുടെ തണ്ട് ചേർത്ത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കുറച്ചിങ്ങനെ ഇളക്കിയിട്ട് സ്ഥലത്തോട്ട് ഇങ്ങനെ ചുറ്റിനും ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, ഓൾറെഡി ഞാനിത് നേരത്തെ ഈ ചെടിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഈ ചെടിച്ചട്ടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്കിതൊരു ബെസ്റ്റ് റിസൾട്ട് തന്നതുകൊണ്ടാണ് ഈ ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഈ തേയിലച്ചണ്ടി പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള നൈട്രജനും പൊട്ടാസ്യം ഒക്കെ നിറയെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തേയിലച്ചണ്ടിയിൽ അടങ്ങിയിരിക്കുന്ന ടാനിന്റെ പ്രസൻസ് ഒരു പെസ്റ്റ് കൺട്രോൾ കൂടിയാണ്. കൂടാതെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ ഈ തേയിലച്ചണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുട്ടത്തോടും ഇതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യവും മഗ്നീഷ്യവും കാൽസ്യവും ഒക്കെ നിറയെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ചുറ്റും നല്ല രീതിയിലൊന്ന് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്ര മുട്ടുകളാണ് ഈ ചെടിയിലെന്ന് നോക്കിയേ. ഒരൊറ്റ തണ്ടേന്ന് ഇത്രയും ബ്രാഞ്ചസും ഉണ്ടായി, ഇത്രയും പൂക്കളും ഉണ്ടാകുന്നത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കാണാൻ എത്ര രസമാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.